ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഞാൻ ഒരുപാട് ദിവസങ്ങളായി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു. ഒരുപാട് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വീക്ക് വെള്ളിയാഴ്ചയും ഇങ്ങനെ പോകും, വെള്ളിയോ ശനിയായിട്ട് പോകും. എവിടുന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് ഇങ്ങനെ നടന്ന് ഒരു 2-3 ആഴ്ചയായി ഞാൻ ഡ്രസ്സിന് വേണ്ടിയിട്ട് നടക്കുന്നത്. എനിക്ക് പറ്റുന്ന ഡ്രസ്സ് ഇതിപ്പോൾ മാക്സിത്തെ ഇത് റെഡ് ടാഗാണ്. റെഡ് ടാഗിൽ കയറിയിട്ട് നോക്കി. ഇവിടെ അടുത്തുള്ള റെഡ് ടാഗിൽ പോയി. ഇതിപ്പം കുറച്ച് പോകാനുള്ള ഓരോ മാളിൽ പോയിട്ടാണ് നോക്കുന്നത്, ഇടുഫൂഫിലുള്ളത് തന്നെ. പക്ഷേ അവിടെ പോയിട്ടും എനിക്ക് ഒട്ടും ഒന്നും ഒരു എന്താ പറയണ്ടേ, ഒക്കെ ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മളിവിടെ കണ്ടതെന്ന് വിചാരിച്ച് ലേഡീസിൻ്റെ ഇല്ലയെന്ന് തോന്നുന്നു വിചാരിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുമ്പം അങ്ങ് ഒരു മൂലക്ക് ലേഡീസ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി നോക്കി. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നതെന്ന്. അപ്പോൾ ആ ബെൽറ്റൊന്നും എനിക്ക് പറ്റില്ല, ബെൽറ്റൊന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പം പിന്നെ അട്ടിയായിട്ട് ഓരോ തട്ടാക്കിയിട്ട് വരുന്നില്ലേ, അതും വേണ്ട. ഒറ്റ പ്ലെയിനായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഇതിന് 95 റിയാൽ. അപ്പോൾ നമ്മൾ നാട്ടിൽ 2000 റുപ്യ അടുത്തായി. പക്ഷേ അതിന് മാത്രമുള്ള ഒരു ഭംഗി അതിന് കാണുന്നില്ല. അപ്പോൾ എനിക്കെന്തോ അത് വലിയ ഇഷ്ടമായില്ല. ഇത് പിന്നെ പണ്ടത്തെ മോഡൽ പോലെ ഒരു രസമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ജീൻസിൻ്റെ പാൻ്റ് ഉണ്ട്, അതിനൊരു ഷർട്ട് കിട്ടിയാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നോക്കിയത്, പക്ഷേ ഒന്നും എവിടെയും ഒക്കുന്നില്ല. പിന്നെ ചിലതൊക്കെ എന്ന് വിചാരിച്ചാൽ നമ്മൾ കൈ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ കൈ എടുത്ത് കാണും. കാരണം അറബികൾ ഫർദൻ്റെ ഉള്ളിലിടുന്ന ഡ്രസ്സ് ഐറ്റംസാണ് ഇവിടെ കൂടുതലും. പിന്നെ നമുക്ക് സൈസ് കിട്ടാൻ വലിയ പണിയാണ്. ചില സമയത്ത് സൈസ് കിട്ടുകയോ ചെയ്യില്ല. മാക്സിലും റെഡ് ടാഗിലും വെച്ചാൽ നമ്മളെക്കാൾ കുറച്ചൊരു നാട്ടിൽ നിന്ന് എടുക്കുന്ന അതേ അളവ് ഇവിടെ എടുത്താൽ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഇതെനിക്കിഷ്ടമായി. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കൈ മൊത്തം കാണുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ, അതിന് 129 റിയാലായിട്ടാണ്. ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു സാധനം എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുത്താലോ, അത് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏപ്പറും കണ്ട്, പക്ഷെ അതെനിക്കിഷ്ടമായിട്ടില്ല, ആ താഴെ ഡിസൈൻ വരുന്നത് കൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് കിട്ടിയത് എന്താണെന്ന് വിചാരിച്ച് എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ഷർട്ട് ഉണ്ട്, പക്ഷെ അതെന്തോ ഷർട്ട് ആ ജീൻസിന് ചേരാത്ത പോലെ തോന്നി. അതുകൊണ്ടാണ് വേറെ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒട്ടും എവിടുന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ പ്യുവർ കോട്ടനാണ്, നല്ല മെറ്റീരിയലാണ്. പക്ഷേ എനിക്ക് അതൊന്നും ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ കണ്ട, ഇതിൻ്റെ കൈ ഉള്ളിൽ എങ്ങനെയാണുള്ളത്, ഇവിടെ ഇങ്ങനെ കാണാനിങ്ങനെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഇതെനിക്ക് ഇഷ്ടമായി കേട്ടോ. പക്ഷെ എന്താ ചെയ്യുന്നത്, വൈറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം അടുത്തടുത്ത് കുറേ ഡ്രസ്സ് ഞാൻ എടുത്തത് വൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇതിൽ തന്നെ ഉറച്ചു. ഞാൻ വിചാരിച്ച് ഇത് തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, നമുക്ക് മാക്സിലും കൂടി നോക്കാം, അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പം റെഡ് ടാഗിൽ നിന്ന് നമ്മൾ ഇറങ്ങി, നമ്മൾ താഴെ മാക്സ് താഴെന്ന്. അപ്പം അങ്ങനെ മാക്സിലേക്ക് പോയി. പക്ഷേ അവിടെ പോയപ്പോഴും വലിയ കളക്ഷൻസ് ഒന്നുമില്ല. ഇവിടെ അടുത്ത് നമ്മൾ പോയ മാക്സിലുള്ള അതേ ഐറ്റംസാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ കയറി, എന്നാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കയറി. ഇതൊക്കെ നമ്മൾ സെൻട്രൽ പോയിന്റിൽ കണ്ട ഏകദേശം മോഡൽസ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ട, ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. മെറ്റീരിയൽസൊക്കെ നല്ല തന്നെ. പക്ഷേ എനിക്ക് ഷർട്ട് ഐറ്റംസ് ആണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കിട്ടിയാൽ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇവിടെയുള്ള ഷർട്ടൊക്കെ എന്താ പറയണ്ടേ, ചെറുതെന്നും പറയാൻ കഴിയില്ല, വലുതെന്നും പറയാൻ കഴിയില്ല, ആ ഒരു ലെവലിൽ. അങ്ങനെ ഞാൻ വിചാരിച്ചു വെറുതെ വന്നതല്ലേ, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്ത്. പക്ഷേ ഇവിടെ ഞാൻ മറ്റേ ഇങ്ങനെയുള്ള ഐറ്റംസ് കണ്ട, എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് വേണ്ടത്. പക്ഷെ എനിക്കത് കുഴപ്പമില്ല. പക്ഷെ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ എന്നിട്ട് അവസാനം ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിങ്ങനെ കണ്ടപ്പോൾ നോക്കിയതാണ്, പക്ഷെ അത് വലിയ ക്വാളിറ്റി ഇല്ല. അതിനൊക്കെ എന്തോ ഓഫറായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് കാണുമ്പം അതൊക്കെ ഇങ്ങനെ നോക്കും. പക്ഷേ എനിക്ക് ഇവിടുന്നും വലിയ ഇഷ്ടമായിട്ടില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത്, ഇത് കണ്ടോ,
ഇത് ഉള്ളിൽ കൈവച്ച് തന്നെ മൊത്തം കാണുന്നു കേട്ടോ. മൊത്തം അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉള്ളൂ. നമ്മൾ മലയാളീസിന് പറ്റിയ ഡ്രസ്സൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല നല്ല ബാഗ്സ്, നല്ല നല്ല ബാഗ് ഉണ്ട് കേട്ടോ. നല്ല സൈഡ് ഹാങ്ങിങ് ബാഗും ഹാൻഡ് ബാഗും ഒക്കെ ഉണ്ട്. ഞാനതിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ സ്കാർഫ് കണ്ടപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അത് നല്ലത് കേട്ടോ. ഇത് 22 റിയാൽ. പക്ഷേ അത് ഭയങ്കര വെയിറ്റ് തലയിൽ. എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് പറ്റും. ഇത് കണ്ട നല്ല ബാഗല്ലേ, 35 റിയാലേ ഉള്ളൂ. 35 എന്നെല്ലാം പറയുമ്പോൾ 700, നാട്ടിൽ 700 ആ ഒരു ഇത് വന്ന്. ഇതണ്ട, ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വലിയ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പോകുന്നവർക്ക് അതൊക്കെ പറ്റും. നമ്മളെ പോലത്തെ ആൾക്ക് പറ്റൂല. ഇതിനും 35, പക്ഷേ അത് അത്ര വലിയ ക്വാളിറ്റി ഇല്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി സെൻട്രൽ പോയിന്റിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.